ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം ഒരു 3-4 ദിവസമായി അപ്ഡേറ്റെല്ലാം ഇട്ടിട്ട് ചെറിയൊരു പനിയും പിന്നെ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് കടക്കാം. ലോക സിനിമ ഒരു രക്ഷയില്ലാതെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിനിമ ഈ വരുന്ന 25-ാം തീയതി OTT റിലീസ് ആവുന്നെങ്കിൽ പോലും സിനിമ ഇപ്പോഴും തിയേറ്ററിൽ കാണാൻ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതിന് മുന്നിട്ട് ഒരു അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോക സിനിമ 100 കോടിക്ക് മേലെ സിനിമ കളക്ട് ചെയ്തെന്ന്. പക്ഷേ അത് ജസ്റ്റ് ഒരു പ്രൊമോഷൻ ഫിഗറാണെന്ന്. ഇപ്പോൾ ഒഫീഷ്യലി 202 കോടി സിനിമ ഒഫീഷ്യലി കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുവാണ്. സിനിമയുടെ 2ാം ഭാഗത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും തന്നെ എടുത്ത് പറയുന്നത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സിനിമ തമിഴ്നാട്ടിലൊക്കെ ഒരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ്. ലോക സിനിമയും കൂടെ കൂട്ടി ഈ വർഷം 200 കോടി ക്ലബ്ബാണ് നേടിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ലാലേട്ടൻ നായകനായ എമ്പുരാൻ സിനിമ, പിന്നെ തുടരും, അതും നമ്മുടെ ലാലേട്ടൻ്റെ വക തന്നെ. മലയാള സിനിമ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുവാണ്, ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. 2011 റിലീസ് ചെയ്ത പൃഥ്വിരാജ് ചിത്രമായിരുന്നു ഉർമി. സിനിമ അന്ന് ഒരു ആവറേജ് വിജയം മാത്രമേ നേടിയിട്ടുള്ളായിരുന്നു. നമ്മുടെ പ്രഭുദേവയൊക്കെ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച സിനിമയും കൂടിയായിരുന്നു. സിനിമയ്ക്ക് ഇപ്പോൾ 2ാം ഭാഗം വരുന്നുണ്ടെന്ന് ഒരു റൂമർ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സിനിമയുടെ തിരക്കഥാകൃത്തായ ശങ്കർ രാമകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുവാണ് സിനിമയ്ക്കൊരു 2ാം ഭാഗം വരുന്നുണ്ടെന്നും സിനിമയുടെ തിരക്കഥ പൂർത്തിയായെന്നും പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുവാണ്. നമ്മുടെ കാന്താര എന്ന സിനിമയുടെ പറ്റി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. സിനിമയ്ക്ക് ഓരോ അപകടങ്ങളും പിന്നെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സിനിമയുടെ സംവിധായകനും നായകനും കൂടിയായ ഋഷഭ് ഷെട്ടിക്ക് തന്നെ ഈയിടയ്ക്കൊരു അപകടമൊക്കെ ഉണ്ടായി. കാന്താര സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യുന്നതിന് ഇപ്പോൾ ബാൻ കിട്ടിയിരിക്കുവാണ്. സിനിമ കേരളത്തിൽ റിലീസിനെത്തിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഫിലിം കമ്പനിയാണ്. സിനിമയുടെ കളക്ഷൻ്റെ 55% വിതരണക്കാർക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറ്റില്ലെന്ന് ഫിയോക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സിനിമയ്ക്ക് പുറകെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ്. എന്തരാവോ എന്തോ.